ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം. K7 കേരളത്തിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനിലേക്ക്. സമൂഹത്തിൽ വളരെ ദൂഷ്യവത്തായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും അതിവ്യാപന നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിനും പരസ്പരമുള്ള അക്രമത്തിനും പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മയക്കുമരുന്നിനെ തടയിടുക എന്നുള്ളത് തന്നെയാണ് സാമൂഹികപരമായിട്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അഭിഭാഷകൻ എന്ന രീതിയിൽ എൻ്റെ തൊഴിൽ രംഗത്തും ഒരുപാട് ചർച്ചകൾക്കും കാരണത്തിനും ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് കേസുകൾ കള്ളത്തരത്തിലെടുക്കുന്നുണ്ട്. അതും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി എല്ലാവരും ജനജാഗ്രതായിട്ടുള്ള പൊതുസമീപനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തിനെ തടയിടാൻ പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണ്. കുട്ടികൾ കൊണ്ടുവരുന്ന എന്ത് കാര്യങ്ങളും അത് വിലപിടിപ്പുള്ളതാവട്ടെ എന്ത് കാര്യത്തിനെക്കുറിച്ചും മാതാപിതാക്കൾ കണിശമായി ചോദ്യം ചെയ്യണം. അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൻ്റെ പടിയിലോ ജുഡീഷ്യറിയുടെ പടിയിലോ വക്കീലന്മാരുടെ ഭാഗത്തോ വെച്ചിട്ട് കാര്യമില്ല. കുടുംബത്തിൽ നിന്ന് തന്നെ ഇത് തുടങ്ങേണ്ടിയിരിക്കും. അതിനാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ സാമൂഹിക വിപത്തിനെതിരെ മുന്നൊരുക്കം നടത്തണമെന്ന് പറയാം. കാലഘട്ടത്തിൽ രക്ഷകർത്താക്കൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് അവരുടെ കുട്ടികളെ. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന കുട്ടികൾ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമുണ്ട്. നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ നാട് ഏറ്റവും നല്ല നിലയിലേക്കാകണമെന്നുണ്ടെങ്കിൽ വരും തലമുറയെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. വളരെ കർശനമായിട്ടുള്ള നിയമത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധികാരികളുമൊക്കെ വളർന്നു വരുന്ന തലമുറയെ കടത്തി വരും. സ്വാതന്ത്ര്യം അത് എന്തിനും വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കൺട്രോളുണ്ട്, അതിലൊരു സിസ്റ്റമുണ്ട്. അതിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഏത് മതത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മളുടെ യുവതലമുറയെ വളർത്തുവാൻ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിനായില്ലെങ്കിൽ നാളെ ഒരു മാതാവ് പിതാവ് എന്ന രൂപത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന തലമുറയെ ഒരു പക്ഷേ നമുക്ക് കിട്ടാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ കുട്ടികളെ നോക്കിക്കാണണം. അവരുടെ ഓരോ ചുവടുവെപ്പുകളും ഓരോ ചിന്തയും എല്ലാ രക്ഷകർത്താക്കളും അധ്യാപകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓരോ മാറ്റങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്ര വളർച്ചയുണ്ട്. പ്രത്യേകിച്ച് AI പോലുള്ള പുതിയ വഴികളിലൂടെ ആയിരിക്കും ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നത്. അതിനെ തടയാൻ രക്ഷകർത്താക്കളും ഒരു പരിധിവരെയെങ്കിലും കൗൺസിലിങ്ങുകളിലും പൊതുസമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാതാവും പിതാവും ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ മരണം വരെയും അവരൊരു അധ്യാപകനാണ്, അധ്യാപികയാണ്, മാതാവാണ്, പിതാവാണ് എന്നുള്ളൊരു ബോധത്തിൽ മാത്രം ജീവിച്ചാലേ നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ള തരത്തിലേക്ക് നമ്മുടെ വരും തലമുറയെ കിട്ടുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈ റംസാൻ മാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. റംസാൻ മുബാറക്.